അപ്പൊ നമ്മുടെ തൊട്ട് പിന്നിൽ കുറച്ച് മിടുക്കി കുട്ടികൾ നിൽക്കുന്നുണ്ട്. സാധാരണ റോഷ്നി നമ്മുടെ ഗോത്ര കലകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇരുള നൃത്തമുണ്ട്, പണിയ നൃത്തമുണ്ട്. ഇതൊക്കെ കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പളിയ നൃത്തം. പളിയ നൃത്തമാണ് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം. അപ്പൊ ഗോത്ര ഡാൻസ് ആണ് കാണാൻ പോകുന്നത് അല്ലെ? നമ്മള് പേരെന്താ മോളെ? അനന്യ. നിങ്ങൾ ഏത് ജില്ലയാ? തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ കടികളാണ്. അപ്പൊ ആ ഒരു എനർജി എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ മിടുക്കികളുടെ പളിയ നൃത്തം കാണാം. அந்த கம்மங்கர ஓரத்தில என்னத்தா என்ன கண்டிக்காம போறதென்ன சின்னாத்தா சும்மா நின்னு பேசினாதே நாத்தா ஓ சொத்தழிஞ்சே ஓ பொது சொத்தழிஞ்சே போயிடுமா சின்னாத்தா பக்கத்தில ஓலாப்பட்டி இருக்குது அது கண்ணடிச்சு எண்ணாயத்தான் மயக்குது உன்னை மட்டும் மறக்க என்னால் முடியல அந்த பச்சை கலர் மட்டும் என்ன மயக்குது സാധാരണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര താളമാണ് ഈ ഗോത്ര കലകളൊക്കെ. നമുക്ക് പ്രത്യേകത ഒന്ന് ചോദിച്ചാൽ ആരോട് ഈ ഡാൻസിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു തരൂ? ആരാ പറഞ്ഞു തരാ? എന്താ പ്രത്യേകത? കളിക്കുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? പഠിപ്പിച്ചു തന്നവരെന്താ പറഞ്ഞു? കൊട്ടിനനുസരിച്ച് കളിക്കാൻ ഒരു താളബോധം. അപ്പൊ നല്ല താളബോധത്തോടു കൂടിയുള്ള പളിയ നൃത്തമാണ് നമ്മൾ കണ്ടത്. ഇനി ഒരു കലാകാരനിലേക്ക് കൂടി പോവാ. നമ്മുടെ ഓടക്കുഴലാണ്. നമ്മുടെ കോട്ടയത്ത് നിന്നുള്ള ഒരു മിടുക്കനാണ്. ഏത് സ്കൂളാ മോനെ? നടുവിലേക്ക് നോക്കൂ. അപ്പൊ നമുക്ക് ഓടക്കുഴൽ എന്തെങ്കിലും ഫ്രഷ് ഒരു ഐറ്റം കാണിക്കാനുണ്ട്. എന്താ ഒരു പാട്ട് വായിക്കാം. പാട്ടാവാം. ഏത് പാട്ട്? ഓക്കെ, ഒരു ട്രെൻഡിങ് പാട്ടാണ്. ഓക്കെ.